എല്ലാ കൂട്ടുകാർക്കും എഡ്യൂഫേസിൻ്റെ പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 ഡിസംബർ 11 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. വിവിധ മത്സര പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ കറണ്ട് അഫയേഴ്സ് എന്ന് 9778027141 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ്. SM കൃഷ്ണയാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് SM കൃഷ്ണ. വിദേശകാര്യ മന്ത്രിയായിരുന്നു. നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്നു SM കൃഷ്ണ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയും ആയിരുന്നു. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, കർണാടക കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? SM കൃഷ്ണയെക്കുറിച്ചാണ്. മുൻ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ, അതുപോലെ തന്നെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, കർണാടക കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ പദവികളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ. 2024 ഡിസംബറിൽ UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് എന്നറിയപ്പെടുന്നത്. ഈ പുരസ്കാരമാണ് നമ്മുടെ മാധവ് ഗാഡ്ഗിലിന് ലഭിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം നൽകുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ്. അപ്പം UN നൽകുന്ന പരിസ്ഥിതി മേഖലയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമായിട്ടുള്ള ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരമാണ് മാധവ് ഗാഡ്ഗിലിന് ലഭിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അപ്പോൾ മാധവ് ഗാഡ്ഗിലിനെ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്താണ്? പശ്ചിമഘട്ട സംരക്ഷണത്തിനായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2011. 2011 രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയത്തിന് അവസരം തേടി ഇന്ത്യ സഖ്യം. അപ്പോൾ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയത്തിന് അനുമതി തേടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപരാഷ്ട്രപതിയെ നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകറാണ് നമ്മുടെ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടെ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻകറാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റിനുള്ള ഒരു പ്രമേയം പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് അവിടെ നോട്ടീസ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറലായിട്ടുള്ള PC മോദിക്കാണ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിൻ്റെ പേര് കൂടെ പഠിച്ചു വെക്കുക. PC മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കുക. പ്രത്യേക നോട്ട് ചെയ്യുക, രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം. ആ നോട്ടീസ് നൽകാനുള്ള അനുമതിയാണ് പ്രതിപക്ഷം തേടിയിട്ടുള്ളത്. ആ നോട്ടീസ് നൽകിയതിന് ശേഷം 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇംപീച്ച്മെൻറ്റ് നടപടികൾക്ക് രാജ്യസഭ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് അത് പാസ്സാകാനും സാധ്യതയില്ല. എന്നാലും ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളൊരു നയപരമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം പോയിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, നമ്മൾ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് സിറിയയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച്. അപ്പോൾ സിറിയയിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? മുഹമ്മദ് അൽ ബഷീറാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
വിമത സർക്കാരിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് അൽ ബഷീറാണ് എന്നുള്ളത്. അപ്പോൾ സിറിയയിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം നിയമിതനായി എന്ന വാർത്തയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൽ ബഷീർ എന്നതാണ്. അപ്പോൾ സിറിയയിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മുഹമ്മദ് അൽ ബഷീറാണ്. സിറിയയിൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ച വിമത സേനയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ദിവസങ്ങളോളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിൻ്റാണ്, മറന്നു പോകരുത്. സിറിയയിൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ച വിമത സേനയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഹയാത്ത് തെഹ്രീർ അൽ ഷാമാണ്. സിറിയൻ പ്രസിഡന്റ് ആരാണ്? ബഷാറുൽ അസദാണ്. അദ്ദേഹം അഭയം തേടിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള ബഷാറുൽ അസദ് അഭയം തേടിയ രാജ്യം റഷ്യയാണ്. ഹയാത്ത് തെഹ്രീർ അൽ ഷാമിൻ്റെ തലവൻ ആരാണ്? അബു മുഹമ്മദുൽ ജുലാനിയാണ്. അപ്പോൾ ഈ സിറിയയിൽ നേതൃത്വം അല്ലെങ്കിൽ അവിടെ അട്ടിമറിക്ക് നേതൃത്വം നൽകിയ നമ്മൾ പറഞ്ഞ ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്ന് പറഞ്ഞ സംഘടനയുടെ തലവനാണ് അബു മുഹമ്മദുൽ ജുലാനി എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റ് ഇതാണ്. അന്തർദേശീയ ഗവേഷണ ജേണലുകൾ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി. അപ്പോൾ അന്തർദേശീയ ഗവേഷണ ജേണലുകൾ രാജ്യവ്യാപകമായിട്ട് വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിലൊക്കെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി. 6300ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1.8 കോടി പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇപ്പോൾ 6300ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരും കുട്ടികളൊക്കെ ഉൾപ്പെടെ വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെ 1.8 കോടി പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അന്തർദേശീയ ജേണലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒറ്റ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. പദ്ധതി 2025 ജനുവരി 1 മുതൽ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത പോയിന്റ് ഇതാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? ഹുസൈൻ സഖാഫിയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായത് ഹുസൈൻ സഖാഫിയാണ്. ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. ഓർത്തു വെക്കുക, ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ISLൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ താരമാണ് ആരാണ്? സുനിൽ ഛേത്രിയാണ്. ISLൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ താരം സുനിൽ ഛേത്രിയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ അഭിമാന ഫുട്ബോൾ താരമായിരുന്നു. ഈ അടുത്ത് വിരമിക്കുകയുണ്ടായി. അപ്പോൾ ISLൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് സുനിൽ ഛേത്രി. കോഴിക്കോട് സ്പൈസസ് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ച പുതിയ ഇഞ്ചി ഏതാണ്? സുരസയാണ്. സുരസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചിയാണ് കോഴിക്കോട് സ്പൈസസ് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചത്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, സ്പൈസസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടുള്ള സ്പൈസസ് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ച പുതിയ ഇഞ്ചിയാണ് സുരസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി ആദ്യമായി വികസിപ്പിച്ച ഇഞ്ചി ഇനവും ഇത് തന്നെയാണ്, സുരസയാണ്. സാധാരണഗതിയിൽ നമ്മൾ സുഗന്ധവ്യഞ്ജനം എന്ന രീതിയിലാണ് ഇഞ്ചി വികസിപ്പിക്കാറ്. പക്ഷേ പച്ചക്കറി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച ഇഞ്ചി ഇനമാണ് സുരസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സുകൾ എഴുതിയെടുക്കുക, PDF വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.